Hi guys, welcome to our new vlog. This is me Jogi. ഗൈസ് ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് ഞങ്ങൾ എങ്ങനെയാണെന്നാണ്. ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയാം എനിക്ക് വൈഫിന്റെ ഹസ്ബൻഡിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ്, നിങ്ങൾ കല്യാണത്തിന് ഇങ്ങനെയായിരുന്നാ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയായിരുന്നു ചോദിക്കാറുണ്ട്. അതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കണ്ടിന്യൂസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയാം. ബിഫോർ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാനും എങ്ങനെ ബിഫോർ ആയിരുന്നു, ആൻഡ് ആഫ്റ്റർ ഞങ്ങളിപ്പോ എങ്ങനെയാണ്, അതായത് ഓരോ ടോപ്പിക് വെച്ച് നമ്മളത് കമ്പയർ ചെയ്ത് പറയുന്നതോട്. അപ്പൊ ഓക്കെ, അപ്പൊ വീഡിയോ ലാസ്റ്റ് ആകുമ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾ തല്ലിപ്പിരിഞ്ഞ് ഇടിപിടിച്ചു വിടുന്ന് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മള് ഫസ്റ്റ് ഒരു സാധനം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കോൺവെർസേഷൻ. അതായത് ഏറ്റവും കൂടുതൽ കോൺവെർസേഷൻ ബിഫോർ മാരേജ് ആയിരുന്നു ആഫ്റ്റർ മാരേജ് ആയിരുന്നു എന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇച്ചാനോട് ഇച്ചാൻ ആദ്യം തന്നെ ഷെയർ ചെയ്തിട്ട് എന്താ ഞാൻ പറയും. ഇച്ചാൻ പറയേണ്ടത് എന്റെ കാര്യം കേട്ടോ, ബിക്കോസ് അങ്ങനെയല്ലേ നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാവുള്ളൂ. എനിക്കൊന്ന് സെയിം ആണെന്ന് തോന്നണം. അല്ല, സെയിം അല്ല. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ ഒരുപോലെയാണ് കോൺവെർസേഷൻ സംസാരിക്കുന്നത്. ടൈം എനിക്ക് ഒരുപാട് ഭയങ്കര മിസ്സിങ്. അതായത് സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കല്യാണത്തിന് ശേഷം സംസാരം കുറവാണെന്ന്. പക്ഷെ ജോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. നേരത്തെ എങ്ങനെയാണോ അപ്പോൾ ഇപ്പോഴും എങ്ങനെയാണ്. ഇപ്പം നേരത്തെ അതായത് രാവിലെ തൊട്ട് ഉച്ചവരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും. ബിഫോറാണ് ഞാൻ സംസാരിക്കണ കുറവെന്ന് തോന്നുന്നു. പണ്ട് അല്ലേ? ഞാൻ അധികം സംസാരിക്കും, വഴക്കുണ്ടാക്കാൻ ഞാൻ കൂടുതൽ സംസാരിക്കും. എനിക്ക് വഴക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് രാത്രികളിലായിരുന്നു. അപ്പോഴാണോ സംസാരിക്കണം രണ്ടും. എനിക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് ഈക്വൽ ആയിട്ടാണ് തോന്നിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിക്കുന്നത്. അതേ സമയം ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കും, സമയം കണ്ടെത്തി സംസാരിക്കും. ഇത് ഇച്ചാൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് ഇച്ചാൻ എങ്ങനെയായിരുന്നു സംസാരിക്കണമായിരുന്നു വെച്ചാൽ, ഇച്ചാൻ നല്ല ഒരു സംസാരിക്കുന്ന പേഴ്സൺ ആയിരുന്നു. ബിഫോർ ആഫ്റ്ററും എനിക്ക് അങ്ങനെ വലിയ കുറവൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ നേരത്തെ എന്ന് വെച്ചാൽ ഇച്ചാൻ കുറേ സംസാരിക്കാനുണ്ടായിരുന്നു ബിഫോർ മാരേജ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഉണ്ട് ഇല്ലെന്ന് പറയണില്ല. പക്ഷേ കുറേ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ ഉള്ളതെന്ന് ഇച്ചാൻ എപ്പോഴും ഉറങ്ങണോ എനിക്ക് തോന്നുന്നത് രാത്രി. നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പറയും ജോ, എന്റെ ഉറക്കത്തിന്റെ കംപ്ലൈന്റ് ആണ് എല്ലാത്തിനും പറയണത്. കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ജോ ശവമാണ്. രാത്രി ബെഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ നീ എത്ര മണിക്കാണ്? 9 ഞാൻ എത്ര മണിക്ക് അറിയോ? മോർണിംഗ് എണീക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ എന്റെ കാര്യം പറഞ്ഞു. ബിഫോർ ഞാൻ ഒത്തിരി സംസാരിക്കണം, ആഫ്റ്റർ എനിക്ക് എത്ര സംസാരിക്കണം തോന്നിയിട്ടില്ല. ഓക്കെ, ഇനി നമ്മള് ഔട്ടിങ് പോണ കാര്യങ്ങളാണ്. പുറത്ത് എവിടെയെങ്കിലൊക്കെ പോണതാണ്. ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങള് ഔട്ടിങ്, ഇത് ജനറലൈസ് ചെയ്ത് പറയാം. ഔട്ടിങ് ഞങ്ങൾ പോയിട്ടില്ല. ജോ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പോയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ബിഫോർ മാരേജ് ഞങ്ങൾ ഔട്ടിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലത്ത് എപ്പോഴും പോകുമായിരുന്നു. പിന്നെ പുറത്ത് തന്നെ ആയിരുന്നു. അതാണ് ഞങ്ങൾക്ക് ആഫ്റ്റർ മാരേജ് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു കാര്യം ഇത് തന്നെയായിരുന്നു. വേഗം തന്നെ ക്യാരിങ് ആയി. പിന്നെ ലോക്ക്ഡൌൺ സമയമാണ്, പിന്നെ രണ്ടാമത്തെ വേഗം ക്യാരിങ് ആയി. അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ ആ ഒരു പഴയ പോലെ കറങ്ങാനൊന്നും ഇപ്പൊ പറ്റുന്നില്ല. കാരണം ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വിചാരിക്കുന്നത് ജസ്റ്റ് ചെയ്യാൻ പുറത്തോട്ട് വരാന്ന് പറഞ്ഞാൽ പിള്ളേരുടെ റീസൺ കൊണ്ട് നമ്മൾ പിള്ളേരെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവരുടെ എല്ലാം പാക്ക് ചെയ്ത് ഒക്കെ കുഴപ്പത്തിന് നമുക്ക് മതിയാകും എവിടെയെങ്കിലും പോകാൻ വേണ്ടിട്ട്. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയി ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റേ ആയിരിക്കും, പോണത് വൺ ഡേ ആയിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള കുറെ റെസ്പോൺസിബിലിറ്റീസ് പ്ലാൻ ചെയ്ത് തന്നെ അതൊരു ഔട്ടിങ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ബിഫോർ മാരേജ് നല്ലപോലെ കുറെ കറങ്ങി കിടക്കുന്നത്. ആഫ്റ്റർ മാരേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് റെസ്ട്രിക്ഷൻസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് കുറച്ച് പിള്ളേർക്ക് എഴുതാൻ. പക്ഷെ പഴയ പോലെ ആവുമായിരിക്കും അല്ലേ? ഫുഡിന്റെ കാര്യത്തിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് നമ്മൾ എങ്ങനെയായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫുഡ് എന്ന് പറയുന്ന നേരത്ത് ഞങ്ങള് ബിഫോർ മാരേജ് ജനറലൈസ് ചെയ്ത് പറയാം. ബിഫോർ എന്ന് പറയുന്നത് ഞങ്ങള് ഒരു മെജോറിറ്റി ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചത്. കാരണം ഇങ്ങനെ കറങ്ങി നടക്കാൻ നേരത്ത് ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാൻ സമയമില്ലല്ലോ. രാവിലെ ഇറങ്ങും, അല്ലെങ്കിൽ ഒരു 11:30 വർക്ക് കഴിയും.
അപ്പൊ ഇറങ്ങിയിട്ടുണ്ടെന്നാണെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് സ്വാഭാവികമായിട്ടും പുറത്ത്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ചായ മുടക്കൂല, അത് ഉറപ്പാ. ചായ, അത് പിന്നെ ഡിന്നർ. ചില ദിവസങ്ങൾ ഡിന്നർ കഴിക്കുള്ളൂ, ചില ദിവസം രാത്രി ഇരിപ്പോട്ട് കഴിക്കും. എന്നാലും മോസ്റ്റ് ഓഫ് ഡേയ്സും ഞങ്ങള് ഡിന്നറും പുറത്ത്. നേരത്തെ ആയിരുന്നു കൂടുതൽ പുറത്തുനിന്നുള്ളത്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്നാലും ഉണ്ട്, എന്നാലും കുറവാണ്. അല്ല, കമ്പയർ ചെയ്യുമ്പോൾ ആഫ്റ്റർ മാരേജ്. നെക്സ്റ്റ് വൺ എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബിഫോർ മാരേജ് നല്ല പോലെ എന്റർടൈൻമെന്റ്സിന് മൂവീസും ഗെയിംസ് ഒക്കെ വരുമല്ലോ. നമ്മള് പരസ്പരം ഗെയിം കളിക്കുമായിരുന്നു ആ ടൈമില്. പിന്നെ ഒരു മൂവി പോലും വിടാണ്ട് ഞങ്ങൾ പോയി കാണുമായിരുന്നു ബിഫോർ മാരേജ്. ആഫ്റ്റർ മാരേജ് അതിനും മൂവി ആണെങ്കിലും അത് കാരണം പൊട്ട മൂവി ജോ സെലക്ട് ചെയ്തിട്ട് പറയുമായിരുന്നു. ഞാൻ പറയും പൊട്ടയാണെന്ന്, ജോ സമ്മതിക്കുള്ളൂ. ജോ അത് തന്നെ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട് കൊണ്ടേ കാണുമായിരുന്നു. കാണുമായിരുന്നു. അങ്ങനെ പൊട്ട മൂവി നമ്മൾ ഡിസൈഡ് ചെയ്യാൻ എപ്പോഴാണ് പടം കണ്ടു കഴിയുമ്പോഴാണല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നാട്ടുകാരുടെ റിവ്യൂ തന്നാലും എല്ലാ ആളുകളും ഒരുപോലെയാണ് അത് കാണുന്ന രീതി. അല്ല ഗൈസ്, ഇപ്പൊ എനിക്ക് ചിലപ്പോ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാനൊരു പെർസെന്റേജ് ഒരാളെന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി ആണെങ്കിൽ അത് നല്ല തന്നെയല്ലേ. അത് ഇച്ചാൻ പറഞ്ഞല്ലോ ചീത്ത മൂവിയാണോ നല്ല മൂവി ഡിസൈഡ് ചെയ്യണത്. അപ്പൊ അങ്ങനെ അപ്പൊ ആ മൂവിയുടെ നേരത്തെ ആയിരുന്നു കൂടുതൽ. കാരണം ഒരു ദിവസം തന്നെ 3 മൂവി ഒക്കെ കണ്ടിട്ടുണ്ട് ഒരു ദിവസം അടുപ്പിച്ച് തന്നെ. ഒരു ദിവസത്തിന് ഇറങ്ങി അപ്പത്തിന് പോകാൻ സ്ഥലമൊന്നുമില്ല തന്നെ, അതുകൊണ്ട് ലുലുമാളിലായിരുന്നു ഫുൾ ടൈം. അപ്പൊ ആക്ച്വലി ബിഫോർ മാരേജ് നല്ല എന്റർടൈൻമെന്റ്. പക്ഷെ ഇപ്പോഴും എന്റർടൈൻമെന്റ് ഉണ്ട്. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് പിള്ളേരായിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പൊ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകും കുറെ റെസ്ട്രിക്ഷൻസ് അവിടെ വരുന്നുണ്ട്. പിള്ളേരായിട്ട് നമുക്ക് തിയേറ്ററിൽ പോകാൻ കുറെ ബുദ്ധിമുട്ടുണ്ടാകും, ഇരിക്കൂല. അപ്പൊ ഞങ്ങള് സെലക്ടഡ് മൂവീസ് ആണ് ഇപ്പൊ പോയി കാണാൻ. അത്ര നല്ല മൂവി ആണെങ്കിൽ അത് പോയി കണ്ടിട്ട് പിള്ളേരായിട്ട്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു സംഭവം ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റെസ്പോൺസിബിലിറ്റി ആണ്. ബിഫോർ എങ്ങനെയായിരുന്നു, ആഫ്റ്റർ മാരേജ് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. സെൽഫായിട്ട് പറഞ്ഞാലും മതി. ഞാൻ എന്റെ കാര്യം പറയും. ഞാൻ റെസ്പോൺസിബിൾ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ബിഫോർ മാരേജ് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഞാൻ പ്ലാൻഡ് ആയിരിക്കും. ആ പ്ലാൻഡ് ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. ഞാൻ റെസ്പോൺസിബിൾ തന്നെ ആയിരുന്നു, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതെ, ഞാൻ റെസ്പോൺസിബിൾ ആയിരുന്നു. വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തു റെസ്പോൺസിബിൾ ആണല്ലേ. കുറെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ പ്ലാൻ ചെയ്ത് അത് നടത്തണോ. ഞാൻ എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്, അതായത് മാരേജ് മുമ്പ് ഞാൻ കണ്ടത് ജോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ജോ ഇപ്പോഴാണെങ്കിലും പ്ലാൻ ചെയ്ത് ജോ നടത്തും. എനിക്ക് അത്യാവശ്യം റെസ്പോൺസിബിൾ ആണ്. അതായത് എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കണം. അങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ തന്നെ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഞാൻ അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും റെസ്പോൺസിബിൾ ആണ്. അതെ അതെ ഗൈസ്, ഇച്ചാൻ റെസ്പോൺസിബിൾ ആണ്. എല്ലാവരുടെ കാര്യം വെച്ചാൽ എവറിത്തിങ് ഇച്ചാൻ അത് സാറ്റിസ്ഫൈഡ് ആയി. ചിലപ്പോൾ ഇച്ചാൻ്റെ കാര്യങ്ങൾ ഇച്ചാൻ ചെയ്യണം വളരെ നമ്മളിപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കും ഇച്ചാൻ ചെയ്യുന്നത്. പക്ഷെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ എന്നേക്കാളും എനിക്ക് ഒരുപടി മുന്നിൽ ചെയ്യാൻ തന്നെയായിരുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഒരു ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയിക്കാറൊന്നുമില്ല. അപ്പോൾ ഒരു റെസ്പോൺസിബിൾ പേഴ്സണ് മാത്രമേ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും അത് ചെയ്തിട്ടുണ്ടാകും. എനിക്ക് ഇത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇച്ചാൻ്റെ. ആക്ച്വലി അടുത്ത ടോപ്പിക് സേവിങ് ഹാബിറ്റ് ആണ്. സേവിങ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം സേവ് ചെയ്യാനൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നത് ബിഫോർ മാരേജ് ആണ്. ആഫ്റ്റർ മാരേജ് സേവിങ് ഹാബിറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു ഫാമിലി ലൈഫിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സേവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്നുമില്ല. ഞാൻ ചോദിക്കണമായിരിക്കും എനിക്ക് ഇച്ചാൻ വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ വീടൊക്കെ ഇച്ചാനോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എന്തിനാണ് പൈസ ഇച്ചാൻ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി സേവ് ചെയ്യണമെന്നൊരു പ്രൊസീജിയർ ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയി. ആഫ്റ്റർ മാരേജ് എനിക്ക് വിട്ടുപോയി. എല്ലാ ഇച്ചാനും വാങ്ങിച്ചെന്നു തോന്നുന്നു. നേരത്തെ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ, ഞാൻ എല്ലാം സേവ് ചെയ്യണ പൈസ എനിക്ക് ഒറ്റയ്ക്ക് വാങ്ങിക്കാനൊരു ഇതുണ്ടായിരുന്നു. ആഫ്റ്റർ മാരേജ് വന്നപ്പോൾ അങ്ങനെ ചെറിയൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സേവിങ് ഹാബിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എൻ്റെ. ഇപ്പൊ ഇതുണ്ടാ ഓട്ടക്കയ്യാ ഗൈസ്, കയ്യിൽ സേവ് ചെയ്യാന്ന് വിചാരിച്ചാലും ഇരിക്കാറില്ല. എനിക്ക് സേവിങ് ഹാബിറ്റ് ഇല്ല, ഒട്ടുമില്ലേ? ഇല്ല. അതായത് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ചെലവ് പറഞ്ഞാലല്ലേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുണ്ട്, പക്ഷെ അങ്ങനെയുണ്ട്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ മാറ്റാനില്ല. പക്ഷെ തോന്നാറുണ്ട്, പക്ഷെ ഇതുവരെ മാറ്റാൻ പറ്റില്ല. നെക്സ്റ്റ് ടോപ്പിക് ഷോപ്പിംഗ് ആണ്. ബിഫോർ മാരേജ് ഞങ്ങൾ എങ്ങനെയാണ് ഷോപ്പിംഗ്, ആഫ്റ്റർ മാരേജ് എങ്ങനെയാണ് ഷോപ്പിംഗ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ് പറയുന്നത്. ബിഫോർ മാരേജ് എന്ന് പറയുമ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ഞാനൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോഴാണെങ്കിലും എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചേട്ടൻ ചോദിച്ചത് വാങ്ങി സെറ്റ് ചെയ്ത് വെക്കും. ഷോപ്പിംഗ് അന്നും എനിക്ക് ഈക്വലായിട്ട് തോന്നിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു ഡിഫറൻസ് വന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
എന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ തികച്ചും ഡിഫറൻസ് ആണ് ഗൈസ്. എന്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ടത് കാര്യങ്ങൾ ഞാൻ വാങ്ങിക്കാണ്ട് ജോന്റെ അടുത്ത് പറയും. ജോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് മേടിക്കും. ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ജോ അത് മേടിച്ചു തന്നത്. അപ്പൊ അതുകൊണ്ട് അതിലെനിക്ക് പെണ്ണം തോന്നിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലും ഒന്ന് മേടിക്കും മനുഷ്യാന്ന് പറഞ്ഞാണെങ്കിലും മേടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു കാര്യമില്ല. വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഏത് സാഹചര്യങ്ങളിലും അല്ല ഇച്ചാനാണെങ്കിലും ഞാനത് ഓക്കെ ആക്കാറുണ്ട്. ഒരിക്കലും അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് ഇല്ലാണ്ടാക്കാണ്ടിട്ട് നീ സമ്മതിക്കില്ല. സ്നേഹമുള്ള ഭാര്യ. ഷോപ്പിംഗ് അപ്പൊ നമുക്ക് രണ്ടും ഈക്വൽ ആയിട്ട് തോന്നിക്കണേ അല്ലേ? സെൽഫായിട്ട് ചെയ്യണ ഡിഫറെന്റ് ആണ്. സെൽഫായിട്ട് ചെയ്യേണ്ട കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അതെ, ബ്യൂട്ടി കോൺഷ്യസ് എങ്ങനെയായിരുന്നു? ബിഫോർ മാരേജ് എങ്ങനെയാണ് ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു? ആഫ്റ്റർ മാരേജ് ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു? നമുക്ക് രണ്ടുപേരും പറയണം. ബിഫോർ മാരേജ് നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല. ഭയങ്കര ഒരു മേക്കപ്പ് ചെയ്യുന്ന ഇഷ്ടമൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല വൃത്തിക്കും ഭംഗിക്കും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് പോകുന്നത്. എനിക്ക് തോന്നുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ സെയിം തോന്നുന്നു. ഞാൻ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു. എന്താ ബ്യൂട്ടി കോൺഷ്യസ്? എന്തെങ്കിലും തേക്കോ മുഖത്തൊക്കെ? പുറത്ത് പോകുന്നത് ഞാൻ പറയാം, ഒരു പൗഡറും ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐബ്രോ ഇതൊക്കെ ഒരു ബേസിക് നീഡാണ് ഒരു ഗേളിന്റെ. അതിന്റെ എക്സ്ട്രാ ഞാനൊരു ബ്യൂട്ടി പാർലറിൽ എത്ര നാളായി പോയിട്ട്? ജസ്റ്റ് ആസ്ക് പോലെ പറഞ്ഞു പറഞ്ഞല്ലോ ഞാൻ ബ്യൂട്ടി കോൺഷ്യസ് ആയി എന്ന് പറഞ്ഞല്ലേ. ഞാനൊരു ത്രെഡ് പോയി ചെയ്യാൻ പോവാറില്ല ഗൈസ്. ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു അല്ലയോ ബിഫോർ മാരേജ് ആയിരുന്നു? ഞാൻ നേരത്തെ എന്റെ മുഖത്ത് കുറെ കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ മറ്റേ ഫെയർ ഹാൻഡ്സം ഇല്ല. ഞാൻ ഇപ്പൊ പച്ച വെളിച്ചെണ്ണ ഇത്തിരി വെള്ളം തലയിട്ടിട്ട് അവനത് നേരത്തെ ഡ്രസ്സിങ്ങിലൊക്കെ കുറെ നേരത്തെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോണ ഞാൻ കാണാം. പക്ഷെ ഇപ്പൊ കണ്ണാടിയിലേക്ക് വന്നിട്ട് ഈ ഡ്രസ്സ് കൊടുക്കൂലേ കഴിച്ചിട്ട് വേറെ ഇല്ല. എനിക്ക് തോന്നി നീ തെറ്റാ പറഞ്ഞെങ്കിൽ എനിക്ക് പറയാനുള്ള. നെക്സ്റ്റ് സ്പീഡ് ഓഫ് തിങ്സ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ഫാസ്റ്റ്നെസ് എന്തോരം ഉണ്ടെന്ന് നോക്കാം. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ മാരേജ് ചെയ്യുമ്പോൾ ആഫ്റ്റർ മാരേജ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ അതിന്റെ എന്തോരം സ്പീഡ് എനിക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് ഇച്ചാനും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതായത് കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. ഇച്ചാൻ എനിക്ക് തോന്നുന്നു ബിഫോറും ആഫ്റ്ററും സെയിം തന്നെയാണ്. ആ പൊടിക്ക് കൂടെ കുറയാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനാണെങ്കിൽ ജോന്റെ പറഞ്ഞതാണെങ്കിൽ ജോ ഇപ്പൊ സൂപ്പർ ഫാസ്റ്റ് ആണ്. നേരത്തെ മന്ദാകിനാണെങ്കിലും നേരത്തെ ഞാൻ മന്ദാകിനായിരുന്ന എനിക്ക് പറയാൻ അവകാശം ഉണ്ടോ? ഉണ്ടാ ജോ. അതായത് നേരത്തെ സ്പീഡ് ഇപ്പത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് ഗൈസ് പറയണത്. നേരത്തെ ജോന് ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ജോ ഇപ്പൊ ഒരു 100 കാര്യം ഒരു സമയം ചെയ്ത് തീർക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പുട്ട് തിന്നാന്നുള്ളത്. അപ്പൊ അമ്മച്ചി പറയും ജോമി പുട്ടൊന്ന് കുഴച്ചേക്കെന്ന് പറയും. അമ്മച്ചി വെള്ളം കുടിക്കാതെ പോകുമ്പോഴത്തേക്കും പുട്ടിന്ന് ആകോ അമ്മച്ചി പുട്ടുണ്ടായി കഴിഞ്ഞ. അതാണ് ഇപ്പത്തെ ജോഡ സൂപ്പർ ഫാസ്റ്റ്. ഫാസ്റ്റ് ആയത് ഞാൻ എങ്ങനെയാന്ന് എനിക്കറിയാൻ പാടില്ല. ഈ 2 പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ മാനേജ് ചെയ്യണ കാര്യങ്ങൾ കുറച്ച് പണ്ടത്തേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ചെയ്താലേ ഇവരുടെ 2 കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ അത് പതുക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫാസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ചേട്ടൻ ചോദിക്കാൻ വെച്ചാൽ ഞാൻ ഫാസ്റ്റ് ആണ്, എനിക്ക് അങ്ങനെ തോന്നണില്ല. ഞാൻ ചോദിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ ഇപ്പൊ ജോ നേരത്തെ ഇത്തിരി സ്ലോ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞങ്ങളുടെ വഴക്കിടുന്ന കാര്യമാണ് പറയുന്നത്. ബിഫോർ മാരേജ് വഴക്കെന്ന് പറഞ്ഞാൽ അതൊരു ഹോബി ആയിരുന്നു. ഡെയിലി ആയിരുന്നു ഉറങ്ങാൻ നേരം ജോ എപ്പോഴും വഴക്കിടുന്നു. പക്ഷെ കൂടുകയും ചെയ്യും. രാത്രി കൂടിയിട്ട് ഉറങ്ങുള്ളൂ. അതെങ്ങനെ കൂടിക്കണത്? ഞാൻ ഇവിടുന്ന് വീട്ടിലുള്ള എല്ലാരും ജോനെ വിളിക്കും. ജോയുടെ വീട്ടിലേക്ക് എല്ലാരും വിളിക്കും. ജോ കരഞ്ഞ് വൻ പ്രശ്നമൊക്കെ എന്നെ സഹിക്കാതെ എനിക്ക് ഉറക്കം വന്നിട്ട് സഹിക്കാണ്ട് വഴക്കിടുമ്പോ ഞാൻ നല്ലപോലെ വഴക്കിടും. അത് കഴിഞ്ഞിട്ട് ഈ അന്നത്തെ ദിവസം തന്നെ കൂടെ വേണം. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇതുവരെയും ഒരു ദിവസം കൂടുതൽ നിന്നിട്ടില്ല. അത് ആര് കാരണമാണ്? ഞാൻ കാരണമാണ്. ഒരിക്കലും അല്ല ഗൈസ്. കിടന്നുറങ്ങും. അങ്ങനെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആ വഴക്ക് മാറുള്ളൂ. ഞാൻ ഉറക്കാണ്ട് ആ വഴക്ക് മാറ്റിയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ. അത് ബിഫോർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് വഴക്കിടാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം കുറഞ്ഞു പോയി. കാരണം പിള്ളേരും കൂടെ വന്നാലേ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പിള്ളേര് നമ്മുടെ ലൈഫിൽ വന്നതിന് ശേഷം വഴക്കിന്റെ ഇന്റൻസിറ്റി വന്നിട്ടുണ്ട്. ചില വഴക്കുകളൊക്കെ അറിയാണ്ട് അത് ഇല്ലാണ്ടായി പോകും. പിള്ളേര് ഇന്റർഫിയർ ആകുമ്പോൾ നമ്മൾ അറിയാണ്ട് മറന്നു പോകും നമ്മൾ വഴക്കിട്ട് കാര്യം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്
ബിഫോർ മാരേജ് ഒരു എക്സ്ട്രാ ഒരു പേഴ്സൺ വരാത്തതുകൊണ്ടാണ് നമ്മൾ തന്നെ അത് പരിഹരിച്ച് ആ വഴക്ക് മാറ്റണമായിരുന്നു. എന്നാലും ഞങ്ങൾ ഇപ്പൊ ഈ ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഒരു ദിവസം വഴക്കിട്ടത് നൈറ്റ് അതിനൊപ്പം പോവില്ല, അന്ന് തന്നെ കൂടിയിട്ട് ഞങ്ങൾ ഉറങ്ങുള്ളൂ. അതെനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വഴക്കൊന്നും ഇതുവരെയായിട്ടും ഒരു ലോങ് വഴക്കൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഒരു ദിവസത്തിൽ കൂടുതൽ പോയിട്ടില്ല വഴക്കൊന്നും. അതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണെങ്കിൽ സെയിം തന്നെ, വലിയ ചേഞ്ച് ഒന്നുമില്ല. ടൈം സമയം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ബിഫോർ മാരേജിനും ആഫ്റ്റർ മാരേജിനും ടൈം എന്തോരം നേരമാണ് എനിക്ക് വേണ്ടി ഇച്ചാൻ സ്പെൻഡ് ചെയ്യണതും ഞാൻ ഇച്ചാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണതും ഡിഫറൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ആക്ച്വലി ഇച്ചാനോട് തന്നെ ചോദിക്കാം, ഇച്ചാൻ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ബിഫോർ മാരേജ്? എനിക്ക് വേണ്ടിയിട്ട് ഉണ്ട്, എനിക്ക് വേണ്ടി മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അതെ ഗൈസ്, കുറെ കാര്യങ്ങൾ കുറെ സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് ഇച്ചാൻ ആക്ച്വലി നല്ലപോലെ എന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവാറ്. ഞാൻ എപ്പോൾ വിളിച്ചാലും ഈസ് അവൈലബിൾ. നൈറ്റ് 12 മണിക്ക് ശേഷം നോട്ട് അവൈലബിൾ. ലോക്ക്ഡൌൺ സമയത്ത് വരുമ്പോൾ പോലീസുകാരെ കണ്ണ് വെട്ടിച്ച് ജോര വീട്ടിലെത്തുമായിരുന്നു ഗൈസ്. കാരണം ഞങ്ങൾ ആ ടൈമിൽ പോലും അധികം കാണാതിരിക്കില്ലായിരുന്നു. മോർണിംഗ് ഒക്കെ രാവിലെ അങ്ങനെ ടൈം ഇച്ചാൻ്റെ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ ഇച്ചാൻ്റെ ഒരു മെജോറിറ്റി ഇച്ചാൻ ഒരു ദിവസം എനിക്ക് തന്നെ എന്തായാലും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിൽ ഇപ്പോഴും ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. ആഫ്റ്റർ മാരേജും ഈ ചില വർക്ക് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി ഫ്ലെക്സിബിൾ ആയിരുന്നു. വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിയൊരു വർക്കും ആയിരുന്നു. കാരണം നല്ലപോലെ സമയം എനിക്ക് ചാനൽ ഒന്നും ഇടില്ല. ചാനൽ പോവുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ കറങ്ങി കിടക്കാൻ ഒരു സൺഡേസ് അങ്ങനെയൊന്നും ചാനൽ ഇത് ഇടുമ്പോൾ പറഞ്ഞില്ല. ആ സൺഡേസും എൻ്റെ കൂടെ തന്നെ വീട്ടിൽ നിൽക്കാറുണ്ട്. പോണെങ്കിൽ ഞങ്ങൾ 2 സൺഡേസ് പോകും. സോ ഈസ് ഗിവിംഗ് ടൈം സോ മച്ച്. ഐ ആം ഓൾവേസ് അവൈലബിൾ ഫോർ ഹിം. പറയാലോ. അപ്പൊ ബിഫോർ മാരേജ് ആണെങ്കിൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ജോ മറ്റേ പശ പോലെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എപ്പോഴും. വർക്കിന് ഞാൻ അന്നേരം മറ്റേ ഊബർ ഈറ്റ്സും അതിന് സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്തു. അപ്പൊ അന്നേരം ആണെങ്കിലും ജോ കുറെ കയറി ഇരിക്കുമായിരുന്നു എന്റെ കൂടെ. ആദ്യം ജോ നൈസായിട്ട് പറയട്ടെ എന്റെ ഇത്. അപ്പൊ വൈകുന്നേരങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്ന വെച്ചത്. പിന്നെ തൊട്ട് ജോ രാവിലെ തൊട്ട് വരുന്നത് തുടങ്ങി. അങ്ങനെ ഫുൾ ടൈം ആയി സൊമാറ്റോ ഇടാൻ വേണ്ടിയിട്ട് ജോ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നു അപ്പൊ വീട്ടിൽ കയറും, അങ്ങനെയായിരുന്നു. അതൊക്കെ നല്ലൊരു ലൈഫായിരുന്നു. അറ്റ് സെയിം ടൈം ആഫ്റ്റർ മാരേജും അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ വർക്ക് അതനുസരിച്ച് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് മോസ്റ്റ് ഓഫ് ടൈം വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പിള്ളേര് 2 പേരുള്ളതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾക്ക് ചാനൽ മാനേജ് ചെയ്ത് പോകാനും പറ്റുന്നുണ്ട്. അപ്പൊ സോ ഈസ് അവൈലബിൾ ഫോർ മീ ഹോൾ ടൈം. എനിക്ക് ചോദിക്കും ജോ അപ്പൊ തന്നെ ജോന്ന് വിളിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും. അതേപോലെയാണ് ജോ. പുറത്തും ജോന് ഇഷ്ടമല്ല. ഞാൻ കടയിൽ പോകാനാണെങ്കിലും ശരി ജോ എന്ന് പറയും ഇപ്പൊ പോകണ്ട പിന്നെ പോവാ. ആവശ്യമുള്ള സാധനമാണെങ്കിലും വിളിച്ചാൽ പോകുമല്ലാന്ന് വെച്ചാൽ ഇന്നിന് വേണ്ട നാളെ വാങ്ങിച്ചാൽ മതി. ആക്ച്വലി ഇപ്പോഴും കണ്ടോണ്ടിരിക്കുമ്പോ ഒരു സമാധാനം. എനിക്ക് എന്താന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് എടുത്ത് വീടിന്റെ ഇഷ്ടമല്ല, ഞാൻ വിടുമില്ല, ഇടാറുമില്ല. ചില വലിയ ദേഷ്യമുണ്ട് എന്നോട്. ഞാൻ ഉണ്ടല്ലോ എല്ലായിടത്തും പോയി. ഓക്കെ, ഇതിനടുത്തത് ജസ്റ്റ് മൊബൈൽ യൂസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്ക് മൊബൈൽ യൂസ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാകുന്നത് ബിഫോർ മാരേജ് ആയിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ ആപ്സും നമ്മളിങ്ങനെ യൂട്യൂബിലൊന്നും ഇത്രയും എന്താ പറയാ അവൈലബിൾ ആയത് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായില്ല യൂട്യൂബിലൊന്നും. നമ്മൾ ഓൾവേസ് ചാറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുക, കോൾ ചെയ്യുക, അതൊക്കെയായിരുന്നു നമ്മുടെ. അപ്പൊ ഫോൺ അഡിക്ഷൻ ആ സമയത്ത് ഗെയിം കളിക്കുക, അതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബിഫോർ മാരേജ് തന്നെയായിരുന്നു. ആഫ്റ്റർ മാരേജ് പിള്ളേര് വന്നപ്പോൾ നമ്മളൊന്ന് മൊബൈൽ യൂസ് കുറഞ്ഞു നമ്മുടെ. അതിപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോണാണെങ്കിലും ലാപ്ടോപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം അഡിക്ഷൻ എനിക്ക് തോന്നുന്നു നമുക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത് ബിഫോർ മാരേജ് തന്നെയായിരുന്നു. ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കുമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ്. ആക്ച്വലി ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ചെറിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. ഞങ്ങളൊരു അമ്മയും അച്ഛനും ആയപ്പോൾ ഉണ്ടായ ചേഞ്ച് ആവണമെന്ന്. ഞങ്ങൾ റെസ്പോൺസിബിൾ ആയി. ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മക്കൾക്ക് വേണ്ടിയായി. ഇപ്പൊ സോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ ഹാപ്പിനെസ് ഞങ്ങൾ അതിൽ മാറ്റി വെച്ചുകൊണ്ട് പിള്ളേരെ നോക്കുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. ഞങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ അതാണ് റിഗ്രറ്റ്സ് ഒന്നുമില്ല. ഞങ്ങൾ അടിച്ചു വിളിക്കാണ് മാക്സിമം. ഞങ്ങൾ ബിഫോർ മാരേജ് അടിച്ചു വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ അടിച്ചു വിളിക്കുന്നത് കേസ്. ദെൻ ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ ബിഫോർ ആഫ്റ്റർ എന്ന് വെച്ചിട്ടൊന്നും ഞങ്ങൾ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ എങ്ങനെയായിരുന്നു ഇന്നലെ വരെ അത് തന്നെ ഞങ്ങൾ ഇന്നും. ആര് പറഞ്ഞോണ്ട് നമ്മളെ ഒരു ചേഞ്ച് ഒന്നും നമുക്ക് വരുന്നിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഡിസിഷൻ ഓക്കെ ആണെന്നോ ഞങ്ങൾക്ക് പരസ്പരം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. സോ ഹാപ്പി ആയിട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ ബൈ.